ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച, നാളെ നമ്മുടെ സ്വന്തം തിരുവോണം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഓണാശംസകൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എവിടം വരെയായി? എല്ലാവരെയും ഓണത്തിന് നല്ലൊരു ദിവസം നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചെറിയൊരു ഓണത്തിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ഷോപ്പിംഗാണ് കേട്ടോ. മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം നേരെ ഇവിടെ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള ഒരു കേരള ഷോപ്പിൽ പോയി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് അങ്ങനെ ഞങ്ങൾ കടയുടെ അകത്ത് പ്രവേശിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വിളക്കുകൾ, പിന്നെ എല്ലാ ദൈവങ്ങളുടെ രൂപങ്ങളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. നമ്മുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഓണത്തിൻ്റേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സേമിയ തപ്പുന്ന തിരക്കിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സേമിയാണെന്ന് വിചാരിച്ചെടുത്ത് ഇതാണ്. പിന്നെ പക്ഷേ ഞാൻ സേമിയ അപ്പുറം ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ മേടിച്ച്. പിന്നെ നമ്മുടെ ഓണത്തിൻ്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം മേടിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ചുരിദാറുകൾ, സെറ്റ് സാരികൾ, കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളും സംഭവങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഓണത്തിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലതാണ്. അങ്ങനെ പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇതുണ്ടോ, റെഡിമെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. ഇപ്പോൾ ലൈഫെല്ലാം ഭയങ്കര ഫാസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ മേടിച്ച് വെച്ചാൽ മതി. പിന്നെ അവിടുന്ന് കുറേ ഏത്തപ്പഴം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഓണത്തിൻ്റെ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ എന്നാ പറയണ്ടേ, ശർക്കര പുരട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ, കാവറുത്തത്, ഇതെല്ലാം മേടിച്ചു. പിന്നെ കുറേ ഏത്തയ്ക്ക മേടിച്ചു. അങ്ങനെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. അങ്ങനെ പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും, ഒരു പാക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം പാലപ്പവും ഞങ്ങൾ മേടിച്ച് വെച്ചു. കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മടിയല്ലേ. പിന്നെ നമ്മുടെ വാഴയിലയും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാ സംഭവങ്ങളും മേടിച്ചു കേട്ടോ. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഓണത്തിൻ്റേതായിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഇത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് മേടിച്ചതൊന്നുമല്ല കേട്ടോ. ഇത് ഈ ഇടയ്ക്ക് നമ്മളൊരു ഇംഗ്ലീഷ് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ട നല്ലൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ നമ്മൾ മേടിച്ചാണ്. എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ് കേട്ടോ. എന്ത് ഭംഗിയുണ്ട്. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഇതുണ്ടോ, നമ്മുടെ ചൂലിൻ്റെ പച്ചില പോലത്തെ ഇത് പ്ലാസ്റ്റിക്കാണ് ഇതുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റി തോന്നുന്നല്ലേ, നമ്മുടെ ഒരു ശരിക്കും പച്ച പുല്ലിൻ്റെയൊക്കെ ഒരു ശരിക്കൊരു ഫീലിങ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതിന് നല്ലൊരു റേറ്റായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നതിൻ്റെയൊക്കെ എല്ലാം കൂടെ നല്ലൊരു റേറ്റാണ്, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ. പിന്നെ അതിൻ്റെ പോട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു പോട്ട് കേട്ടോ. നോക്കി അതിൻ്റെ കുഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചാക്കുനൂൽ ഇങ്ങനെ വളച്ച് വെച്ച പോലെ ഉണ്ട്. പക്ഷേ നല്ല ഭംഗിയാണ് ഇത് നേരെ കാണുമ്പോൾ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ടേബിൾ ഇടുന്ന ഇതുണ്ടോ, ചെറിയൊരു ഇതുണ്ട്, ടേബിൾ മാറ്റൊക്കെ നമ്മൾ മേടിച്ചു പുതിയത്. അപ്പോൾ ഇത് ഇതിന് മുന്നേ കിടന്നിരുന്ന നമ്മുടെ നിങ്ങൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, തെങ്ങിൻ്റെ ഓല ഇങ്ങനെ മെടഞ്ഞ് ഇട്ട പോലത്തെ ആയിരുന്നു. അത് മാറ്റി അത് കഴുകി വെച്ചു. ഇതിപ്പം പുതിയതാണ്, ഇന്നലെ മേടിച്ചാണ് കേട്ടോ. ഈ സംഭവം നല്ല ഭംഗിയാണ് ഇത് കാണാൻ നേരെ. പിന്നെ ചെറിയ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ് നമ്മുടെ മേശപ്പുറം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള എല്ലാ സംഭവങ്ങളും മേടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 4-5 ഇലയൊക്കെ നമ്മുടെ വാഴയിലേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഇല നോക്കിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതൊക്കെ ഞാൻ കുറച്ച് മേടിച്ച കേട്ടോ. ഇതുണ്ട്, നമ്മൾ സേമിയ നമ്മൾ മേടിച്ചിട്ടുണ്ട്, പാലാട്ടിൻ്റെ സേമിയ. ഇതിപ്പം എന്നാ പറയണ്ടേ, ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയെന്നേ ഉള്ളൂ. ഇതവിടെ കണ്ടപ്പോൾ 2 പാക്കറ്റ് മേടിച്ചു. പിന്നെ ചെറിയുള്ളി, അതിപ്പോൾ ഓണത്തിൻ്റേതായിട്ട് മേടിച്ചല്ല. പിന്നെ ഇതുണ്ടോ, നമ്മുടെ എന്താ ഇത്, കാവറുത്ത് ചിപ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്കകത്തൊരു ചോറൊക്കെ വിളമ്പി വെച്ച് അതിന് ശേഷം ഒരു സൈഡിലായിട്ട് വെക്കുന്നതല്ലേ നമ്മുടെ ഈ ചിപ്സും കാര്യങ്ങളൊക്കെ.
പിന്നെ നമ്മുടെ ഇതുണ്ടോ ശർക്കര വരട്ടി ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മളെപ്പോഴും ഈ ഷോപ്പിൽ പോകുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കൈരളി എന്ന് പറഞ്ഞ ഷോപ്പാണ്. നല്ല ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലപ്പോഴും പോകുന്നതാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും മേടിച്ചാണ്. പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ പോയി അതിൻ്റെ കൂടെ ഒന്ന് കറങ്ങി വന്നു. പിന്നെ ഇത് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച കേട്ടോ. ഇത് അതിൻ്റെ അപ്പുറമുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ സേമിയ, പിന്നെ തേങ്ങ, അത് ഇത്, പിന്നെ ഇതെന്താണ് നമ്മുടെ അവൽ, പിന്നെ ഇതുണ്ടോ പാലപ്പം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇത് പാലപ്പം മേടിച്ചു. പിന്നെ പാലപ്പം അല്ലാതെ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല ഈ പറഞ്ഞ ഇടിയപ്പം, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്നാ പറയണ്ടേ ഇഡ്ഡലി എല്ലാം ഫ്രോസണായിട്ട് എല്ലാം കിട്ടും കേട്ടോ. പിന്നെ കുറേ പഴം മേടിച്ചു. പഴം പിന്നെ എന്താണ് ഇതാണ്ട് നമ്മുടെ പഴംപൊരി ഇതുണ്ടോ ഫ്രോസണാണ്. ഇതൊന്ന് ചൂടാക്കിയാൽ മതി, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ മേടിച്ചിട്ടുണ്ട്, നല്ല പഴംപൊരിയൊക്കെയാണ്. പിന്നെ മാങ്ങ അച്ചാർ ഇതുണ്ടോ, കടുമാങ്ങ അച്ചാർ. ഇത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കടുമാങ്ങ അച്ചാർ. പിന്നെ സ്റ്റീവിനും സെറിനും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതുണ്ടോ പഴംപൊരി. ഞങ്ങളുടെ നാട്ടിൽ പഴംപൊരി എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല വാഴപ്പഴം ഏത്തപ്പഴം മേടിച്ചു. പിന്നെ ഇതെന്നാ ഇത് നോക്കട്ടെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആൾ. ഇതുണ്ടോ ജാക്ക് ഫ്രൂട്ട് ഗ്രീൻ, നമ്മുടെ പച്ച ചക്ക ഇങ്ങനെ അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഞായറാഴ്ച ഇത് ഞാൻ 2 പാക്കറ്റ് മേടിച്ചു കേട്ടോ. കുറേ നാളായി നമ്മൾ ഈ ചക്ക വേവിച്ചത് കഴിച്ചിട്ട് കേട്ടോ. എത്ര വർഷമായി കഴിച്ചിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ചക്ക ഇങ്ങനെ വേവിച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. മമ്മിയൊക്കെ ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് ചക്ക പറിക്കുക, ഒരു കോലുകൊണ്ട് ചക്ക താഴെ ഇടുക, വെട്ടുക, ചകണി മാറ്റുക, കുരു മാറ്റുക, നേരെ ചക്ക വെട്ടി നമ്മൾ ചക്ക അരിഞ്ഞ് നമ്മൾ വേവിക്കുകയല്ലേ ചെയ്യുന്നത്. ആ കാലഘട്ടമൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നല്ലേ അന്നത്തെ പണ്ടത്തെ കാലങ്ങളൊക്കെ. അങ്ങനെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 10:30-11 മണിയായി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.